ഇതാണ് എൻ്റെ ഫ്രണ്ട് വിദ്യ. ഇവക്ക് ഹിന്ദി അത് മഹാരാഷ്ട്ര മറാഠി അറിഞ്ഞോളൂ. എനക്കാണെ മലയാളം മാത്രം അറിഞ്ഞോളൂ. ഞാൻ മലയാളം പറയും, ഓള് മഹാരാഷ്ട്ര പറയും. എന്നിട്ട് ഈ മക്കളില്ലേ, മോന് നമ്മളെ ഇവിടെ അടുത്തുള്ള വിദ്യാനികേതല്ല പഠിക്കുന്നത്. അപ്പം മോന് കുറച്ച് മലയാളം അറിയാം. അപ്പം അത് എനിക്ക് ഏച്ചി ഇന്നതാ അമ്മ പറയുന്നതിനും പറ്റി, അല്ലെ ഞാൻ ഇന്നതാ പറയുന്ന അമ്മ എന്നും പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു മനസ്സിലാക്കും. ഇതാട്ടോ ഇവിടെ നടക്കുന്നത്. ഹലോ ഗൈസ്, ദീപാവലി തിങ്കളാഴ്ച കഴിഞ്ഞില്ലേ? അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയായി. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, മഹാരാഷ്ട്രക്കാരത്തിയാണ്. നമ്മളെ വീട്ടിനടുത്ത താമസം ഇപ്പോൾ വർഷങ്ങളായിട്ട്. അപ്പോൾ ഒരു ദീപാവലീൻ്റെ പരിപാടിക്ക് എന്നെ എല്ലാ കൊല്ലവും വിളിക്കുന്നതാണ്. നമ്മളെ വീട്ടിൽ വന്നിട്ട് സ്വീറ്റ്സ് തരും, ചായ തരും, എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ സ്വീറ്റ്സ് തരും. അങ്ങനെ കുറേ പരിപാടി ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഇപ്രാവശ്യം എന്നെ 2-3 ദിവസം ഇങ്ങനെ വിളിഞ്ഞ് എന്താ വരാത്തേന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഓരോ തിരക്കൊക്കെ ആയിട്ട് ഒരു സാഹചര്യം കൊണ്ട് ആയിട്ടാ വലിയ തിരക്കൊന്നല്ലേ, ബാങ്കിൽ കുറിൻ്റെ തിരക്കാണ്. അതിന്ന് കഴിഞ്ഞ്. അപ്പോൾ അതും കഴിഞ്ഞ് ഞാൻ നേരെ ഇങ്ങോട്ടേക്കുള്ള വീട്ടിലേക്ക് വന്നാ കേട്ടോ സ്വീറ്റ്സ് കഴിക്കാൻ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. ഞങ്ങൾ രണ്ടാളും. ഇതാട്ടോ ദീപാവലി സ്വീറ്റ്സ്. ഈ ലഡു ഒഴിച്ച് ബാക്കിയെല്ലാം ഇവള് തന്നെ ഉണ്ടാക്കിയതാണേ. നുറുക്ക്, മിക്സ്ചർ, പിന്നെന്താ എന്തൊക്കെയോ സംഭവങ്ങൾ. വിദ്യേൻ്റെ മഹാരാഷ്ട്ര ചായ, സൂപ്പർ ചായ. നമ്മളെ നാട്ടിൽ ദീപാവലിക്ക് ഇങ്ങനെ വിളക്ക് ഇങ്ങനെ കത്തിച്ചൊക്കെ മാത്രമല്ലേ ചിരാതിൽ നിറയെ. പക്ഷെ ഇവർക്ക് ഒരുപാട് ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആചാരങ്ങളും പൂജകളൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയാ പറ? ദിവാലിക്കും ദീപം വയ്ക്കും പുറത്ത്, പിന്നെ രംഗോലി വയ്ക്കും, പിന്നെ ലക്ഷ്മി പൂജയ്ക്ക് നമ്മൾ സ്വീറ്റ്സ് പൂജയും ചെയ്യും. പിന്നെ കഴിഞ്ഞാൽ നമ്മൾ പടകം പൊട്ടിക്കും. പിന്നെ പൂജയ്ക്ക് സിസ്റ്റർ ബ്രദർ പരിപാടി ഉണ്ടാവും. ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ദീപാവലിക്ക്. നമ്മൾ വെറുതെ ചിരാതിൽ ഇതൊക്കെ കത്തിച്ച് കുറച്ച് പടകൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കും. പക്ഷെ ശരിക്കും ദീപാവലി ആഘോഷിക്കുന്നത് നിങ്ങളല്ലേ? മഹാരാഷ്ട്ര പുറമേ ഉള്ള സ്റ്റേറ്റിലൊക്കെയാണ് നല്ലോണം ആഘോഷിക്കുന്നത്. അപ്പോൾ ഇവർ നമ്മളെ നാട്ടിലുള്ളവരെ കൊണ്ട് അത്യാവശ്യം നമ്മൾ ഇവരോട് കൂടിയിട്ട് ഇങ്ങനെ ആഘോഷിക്കുന്നു. മഹാരാഷ്ട്രയിൽ വലിയ പരിപാടിയാണ് ദീപാവലിൻ്റെ. എന്നെ ആകെ ദീദി എന്ന് വിളിക്കുന്ന ഒരാൾ ഇത് മാത്രം കേട്ടാ. വേറെ ആരെല്ലാവരും എന്നെ ഏച്ചി നൽകി. പക്ഷെ ദീദി എന്ന് വിളിക്കാൻ എനിക്ക് ആകെയുള്ള ഒരാളാണ് വിദ്യ. നമ്മൾ എത്ര വർഷമായി? 5 വർഷമൊക്കെ ആയോ പരിചയമായിട്ട്? ഒരു 5 വർഷമൊക്കെ ആയിട്ട് നമ്മൾ അറിയാം കേട്ടോ. എല്ലാ ദീപാവലിക്കും ഞാനിതുപോലെ ഇവിടെ വരുന്നതാണ്. സ്വീറ്റ്സൊക്കെ കഴിക്കും, വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇവളിങ്ങനെ മറ്റേ കുറിയൊക്കെ തൊട്ട് പൂജയൊക്കെ സംഭവങ്ങളിലൊക്കെ പങ്കെടുക്കും. ഒക്കെയാണ് പരിപാടി. അപ്പം എല്ലാവർക്കും ഹാപ്പി ദീപാവലി. ഹാപ്പി ദീപാവലി പറ. ഹാപ്പി ദീപാവലി. അത് മഞ്ഞ അതല്ല, മറാഠി തന്നെ പറഞ്ഞോ. मराठीत बघ स्वीट्स आहे हे सगळं. तर मराठी स्वीटचं नाव घे वाटलं. होय, मराठी करा. 2 दिवस झालं दीदीची वाट बघते, दीदी घरी येते म्हणून. महाराष्ट्रीयन स्वीट्सचं आणि बेकरी स्वीट्सचं. आता दीदी आज आमच्या घरी आले. तिला एक गिफ्ट आहे आमच्याकडून, बेकरी स्वीट्स आणि आमच्या घरी बनवलेलं आमचं महाराष्ट्रीयन होममेड ദീപാവലി ഗിഫ്റ്റ്. ഇതെനിക്ക് വീട്ടിൽ കൊണ്ടുവന്നിരുന്ന ദീപാവലി ഗിഫ്റ്റ് ആട്ടോ. പിന്നെ ദീപാവലി സ്വീറ്റ്സ്, മഹാരാഷ്ട്ര സ്വീറ്റ്സ്, അതുപോലെ തന്നെ വിദ്യ വീട്ടിലുണ്ടാക്കിയ സ്വീറ്റ്സ്. ഇത് രണ്ടും ആട്ടോ എനിക്ക് കൊണ്ടുവന്നിരുന്നത്. ഇത് നമുക്ക് എല്ലാ വർഷവും കിട്ടുന്നതാണേ. ഹാപ്പി ദീപാവലി. ഹാപ്പി ദീപാവലി.